ഹായ്, സിബിൻ ആൻഡ് ആര്യയുടെ വിവാഹം സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. എനിക്ക് ആര്യയുടെ ആ സാരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ കിട്ടുകച്ചി കല്യാണം എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ആര്യ സിബിൻ വിവാഹത്തോടെയാണ് മനസ്സിലാക്കിയത്. കാരണം രണ്ട് ഇതിലുണ്ട്. ഏകദേശം നമ്മുടെ പേളി മാണിയുടെ ഒരു സ്റ്റൈലാണ് അവർ കോപ്പി ചെയ്തതെന്ന് തോന്നുന്നു. ഇനി കോപ്പിയാണോ അല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നന്നായിരുന്നു. പേളി മാണിയുടെ എന്ന് പറഞ്ഞാൽ നയന മനോഹരമായിരുന്നു. കളറിൻ്റെ കാര്യത്തിൽ ചാൻസ് ഇല്ലാത്ത ചൂസായിരുന്നു. ഒരു സാരി കടയൊക്കെ നടത്തുന്ന ആളാണ് ആര്യ. അപ്പോൾ പിന്നെ ഇച്ചിരി കൂടെ നല്ല കളർഫുൾ സാരി ഉടുക്കാമായിരുന്നു. ഈ ചിലരുടെ ഒരു കാര്യം എന്താണെന്നറിയാമോ, വിവാഹത്തിൽ ഏറ്റവും എക്സ്പെൻസീവായ മെറ്റീരിയൽ ധരിക്കുക എന്നതിനപ്പുറം അവർ ആ സമയത്ത് ഏറ്റവും നന്നായി കാണുക എന്നുള്ളതല്ലേ. ഭംഗി കുറവൊന്നുമില്ല, പക്ഷേ സാരി മേ ബി എനിക്ക് ആ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. ബാക്കിയൊക്കെ ആര്യ കിട്ടുകാച്ചിയായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ടായിരുന്നു കല്യാണം. പിന്നെ ക്രിസ്ത്യൻ നിയമപ്രകാരം ഹിന്ദു കൾച്ചർ പടി പിന്നെന്തായിരുന്നു അതിനുശേഷം എന്തോ ഒരു ഫംഗ്ഷൻ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരും കുറേയധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെയൊക്കെ കുറേയൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഇവർ ബിഗ് ബോസ് ഫെയിം ആണല്ലോ. അപ്പോൾ ബിഗ് ബോസിലെ കുട്ടികളൊക്കെ വന്ന് വിവാഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയൊക്കെ കുറേയൊക്കെ വരാനുണ്ട്. മേ ബി അവരുടെയൊക്കെ വ്ളോഗിൽ നോക്കിയാൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവരൊക്കെ എന്ത് ഫംഗ്ഷന് പോയാലും അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിടുക സ്വാഭാവികമാണല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ, കൂടുതലൊന്നും കണ്ടില്ല. ഗബ്രി നോറ ഉണ്ടായിരുന്നു. നോറയുടെ ഒരു പ്രശ്നം അറിയാമല്ലോ, മുമ്പ് നമ്മുടെ തല്ലുകൊള്ളിയുടെ കല്യാണം കുളമാക്കിയ മോള അവസാനം മുഖത്തൂടെയൊക്കെ എന്തൊക്കെ വരിട്ട് അങ്ങനെ വല്ലതും ചെയ്യുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അവൾ സ്റ്റേജിൻ്റെ താഴെ, അത്രയും സമാധാനം. ഏകദേശം നല്ല രസമുണ്ട്. മൊത്തത്തിൽ നല്ല ഓൾ ടോട്ടൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വിവാഹം. മാത്രമല്ല അവർ രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഒരു രീതിയിലുള്ള ഒരു മിക്സപ്പും ഇല്ലാതെ ഒരു അഭിനയവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നാണ്. ഈ വിവാഹം അവർ ശരിക്കും പ്ലാൻ ചെയ്ത് ആ കുഞ്ഞിൻ്റെ പെർമിഷനോടുകൂടി കുഞ്ഞ് സന്തോഷിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമല്ല. ചെറിയ മോളാണ്. ചെറിയ മോളുടെ പിന്നെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വിവാഹം ഇച്ചിരി കൂടെ വളർന്ന ശേഷമാണെങ്കിൽ ഒരു പക്ഷേ അവൾ തന്നെ അമ്മയ്ക്ക് ഒരാളെ കണ്ടെത്തി കൊടുക്കും. കാരണം ഒറ്റപ്പെട്ടു പോകുന്നത് ഒരു വലിയ വേദനയാണ്. നമ്മൾ തനിച്ചാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അവസാനം കുട്ടികൾ കല്യാണം കഴിച്ച് അവരവരുടെ പാട് നോക്കി പോകുമ്പോൾ നമ്മൾ തനിച്ചാക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കും. അപ്പോൾ വേറൊരു സീരിയൽ ആക്ട്രസ് ഇതുപോലെ സെക്കൻഡ് മാരേജ് കഴിച്ചിട്ടുണ്ട്. 2 പെൺമക്കളുടെ അമ്മ. അവരും ബിഗ് ബോസ് ഫെയിം തന്നെയായിരുന്നു. സോ ആകെ മൊത്തം നല്ലൊരു ഓപ്ഷനാണ് ഇത്. എല്ലാവർക്കും നല്ലൊരു മോഡലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അതിൽ ഏറ്റവും ഇംപ്രസീവായി തോന്നിയ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ്റെ അടുത്തേക്ക് ഈ മകൾ ഓടി വരുന്ന ഒരു രംഗമുണ്ട്. അതൊന്നും പറയാനില്ല കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ണ് നിറഞ്ഞു പോകും. അമ്മയുടെ കൂട്ടുകാരനായി വന്ന്, ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി വന്ന്, അമ്മയുടെ ജീവിത പങ്കാളിയായി എനിക്കൊരു അച്ഛനായി മാറുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അത് എങ്ങനെ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. ഇതേ ഒരു അവസ്ഥ ഹില ഉണ്ടല്ലോ, നമ്മുടെ അസ്ലാം അലി ഞാൻ മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റെപ്പ് ഫാദറാണ്, പക്ഷേ ഫാദറിനേക്കാൾ പ്രിയോറിറ്റി അദ്ദേഹത്തിനാണ്. കാരണം ഫാദർ കെയർ ചെയ്യാതെ ഇട്ടിട്ട് പോകുമ്പോൾ ആ കെയർ തരുന്ന ആരാണോ അവരെ തന്നെയാണ് നമ്മൾ ശരിക്കും ഫാദറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ എന്താ പറയുന്നത്, ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം പിതാവോ മാതാവോ ആവത്തില്ല. അതിന് കെയർ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതൊരു ആ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല, വളരെ കഷ്ടപ്പാടാണ്. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ അങ്ങനെ ചെയ്തത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയും ആര്യയാണ്. ഇവർ രണ്ടുപേരുടെ ലൈഫ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട 2 വ്യക്തികളാണ്. വിവാഹശേഷം ഡിവോഴ്സിനെ തുടർന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട 2 വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നത് അതൊരു ഗ്രേറ്റ് തിങ് ആണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം സീതത്തോട് ദീപ്തി ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നാണ് അവൾ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് വന്ന് ഇപ്പം എന്താ അത് ഹെവൻ അല്ലേ. അവളുടെ ഓരോ ഇത് കാണുമ്പോഴും നമുക്കൊരു കംഫർട്ട് സോണാണ്. എന്ത് എന്ത് സന്തോഷമായിട്ടത് പോകുന്നു. പക്ഷേ നമുക്ക് ബേസിക്കലി വേണ്ടത് കാംനെസ്. അതേപോലെ തന്നെ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പീസ് ഓഫ് മൈൻഡാണ്, നമ്മൾ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സമാധാനം ആര് തരുന്നോ അവരായിരിക്കും ദ ബെസ്റ്റ് പാർട്ട്ണർ എന്ന് ഞാൻ പറയും. ഇവർ 2 പേരുടെയും ഒരുപാട് കാര്യങ്ങളെയും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ കേട്ടിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ആര്യ തന്നെയാണ്. ആര്യ ബിഗ് ബോസിൽ വന്ന സമയത്തും ആര്യ ഒരു പ്രാവശ്യം പോലും എക്സ് ഹസ്ബൻഡിനെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എത്ര തന്നെ ആയിരുന്നാലും 2 പേരും തമ്മിൽ ഇഷ്യൂ ഉണ്ടാവാതെ സെപ്പറേറ്റ് ആവത്തില്ലല്ലോ. ആര്യ ഒരിക്കൽ പോലും ഭർത്താവിനെ എവിടെയും വിട്ടുകൊടുത്ത് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയും. ശരിയാണ്, നമ്മളൊരു ബന്ധത്തിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇടയിൽ പൊരുത്തക്കേടുകളുണ്ടാവും, സ്വരച്ചേർച്ച ഉണ്ടാകും. ആ സ്വരച്ചേർച്ച നമുക്ക് പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അത് കളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ അയാളെ തിരക്കി പോയി അയാളെ കുറേ പറഞ്ഞ് അയാളെ മോശം പറഞ്ഞ് എന്ത് സാധിക്കാനാണ്. ഇത് ഏറ്റവും നല്ല മറുപടിയാണ് ആര്യ ആ എക്സിന് കൊടുത്തിട്ടുള്ളത്. അതായത് ആരൊക്കെ തന്നെ തഴഞ്ഞുവോ, ആരൊക്കെ തന്നെ ഒഴിവാക്കിയോ അവർക്കൊക്കെ താൻ സ്വപ്നതുല്യമായൊരു ജീവിതത്തിലേക്ക് നടന്നു കയറുക ആണ് എന്ന് പറയുന്നതാണ് ആര്യ കൊടുത്തിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് ഞാൻ പറയും. മാത്രവുമല്ല മകൾക്ക് അച്ഛനായിട്ടാണ് തൻ്റെ കൂട്ടുകാരനെ അവൾ കൺസേൺ ചെയ്യുന്നത്. അതും ഒരു മൈക്കിൽ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ് സിബിൻ, പക്ഷേ
മകൾ കഴിഞ്ഞേ ഉള്ളൂ ആ സ്നേഹം എന്ന് പറയുന്നിടത്ത് അത് അവൾ കൃത്യമായി അവളുടെ അമ്മ എന്നുള്ള ആ സംഗതി അവളവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നു. നല്ല രീതിയിൽ നല്ല വിവാഹം സന്തോഷമായി ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പിന്നെ ഇതിൻ്റെ അതേപോലെ സിബിൻ്റെ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ സിബിനും വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അറിയാമല്ലോ, നമ്മൾ ഡിവോഴ്സൊക്കെ ആയതാണ്, ഒറ്റയ്ക്കായിപ്പോയി, കുട്ടിയെ അവർ കൊണ്ടുപോയി. അപ്പം തനിച്ചാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ തനിച്ചാകുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ല. നമുക്ക് മുൻപ് ഒരു വിവാഹ ബന്ധമുണ്ട്, അതിനകത്ത് എന്തെങ്കിലും തകർച്ചകൾ വന്നു, അതും ആലോചിച്ചുകൊണ്ട് ലൈഫ് ലോങ് ഇരുന്ന് കരയുന്നതിനേക്കാൾ ബെസ്റ്റ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. പുതിയൊരാളെ തിരഞ്ഞെടുക്കുക, അതും നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറാകുമ്പോൾ ബെസ്റ്റാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രഷ് അല്ലാതെ നമ്മളൊരു മാട്രിമോണി പരസ്യം കൊടുത്തു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് A to Z നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് മരിക്കേണ്ടി വരും. അതൊന്നുമല്ല, അവനെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണിത്. അപ്പോൾ ഇത് കൊണ്ടുള്ള ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് കിട്ടുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വേണ്ട എന്ന് വെക്കുന്ന സംഗതി മറ്റൊരാൾക്ക് അത് കാര്യപ്രാപ്തിയോടെ എടുത്ത് പൊതിഞ്ഞു വെക്കാൻ പറ്റുമെങ്കിൽ, സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒരു ജം വേറെ ഇല്ല എന്നാണ്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വൺ മാൻസ് ട്രാഷ് അനദർ മാൻസ് ട്രഷർ എന്ന് പറയും, നിധിയാണ്. അത് അങ്ങനെ തന്നെയാണ് ഇതുവരെയും പെർഫോം ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് അവരിത് പ്ലാൻ ചെയ്യുന്നു. എന്ത് പ്ലാൻ ചെയ്തോ അതുപോലെ തന്നെ സക്സസ്ഫുള്ളി ആ വിവാഹം ഇതായിട്ടുണ്ടായിരുന്നു. സൂപ്പർ, ഒന്നും പറയാൻ ചാൻസേ ഇല്ല, സൂപ്പർ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്നുള്ളത് എൻ്റെ സങ്കടമാണ്. അത് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. വിളിച്ചാലും ഞാൻ പോകത്തില്ല, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല. എനിക്ക് പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് പൈസയൊന്നും തന്നില്ല. അങ്ങനെയൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട്. സെബിൻ മനസ്സിലാക്കുക, ആര്യം മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഞാൻ പുകഴ്ത്തല്ലേ, അപ്പോൾ എനിക്ക് വേണ്ടി ഇത്തിരി പോലെ ഫണ്ടൊക്കെ തരണം. അത് ഫണ്ട് തന്നിട്ടല്ലേ ഞാനിതൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ. സോ ബ്ലസ് യു ആൾ. നല്ല രസമുണ്ടായിരുന്നു. കണ്ണിന് കുളിർമയേകുന്ന ഒരു വിവാഹം, അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങ് നിങ്ങളുടെ വ്ലോഗിനായി കാത്തിരിക്കുന്നു. കൂടുതൽ ഇമ്പോർട്ടൻസ് ലൈഫിന് കൊടുക്കുക. മറ്റുള്ളവരെന്തോ പറയട്ടെ, മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ മാക്സിമം ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് വേറി ചെയ്ത് അവർ പറയുന്നതിനൊക്കെ മറുപടിയും കൊടുത്തിട്ട് നടക്കുന്നതിന് പകരം നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് റിപ്ലൈ എന്ന് പറയുന്നത്. ഈ വിജയ് ഒരു സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വാഴവേ കൂടാതെന്ന് നനയ്க்கிறവങ്ങൾക്ക് നമ്മ സമയാ വാഴ്ത്ത് കാട്ടി കൊടുക്കണമെന്ന് പറയും. അതായത് നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക, നമ്മൾ ജീവിക്കാനേ പാടില്ല എന്ന് പറയുന്നവർ മുമ്പിൽ. അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ്. കാരണം അത്രത്തോളം അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് അയാൾ പിന്നെ അവിടേക്ക് പോയ സമയത്ത് കൂട്ടുകാരിക്കൊപ്പം മുങ്ങിയ ഒരു അവസ്ഥ, അതൊക്കെ ഭയങ്കര ട്രാജിക് മൊമെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ പഴയതൊന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ കുറേ അവസ്ഥകളിൽ കൂടെ പാസ്സായി വന്നത് കൊണ്ട് തന്നെ ലൈഫിൽ ഏറ്റവും പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഈ കിട്ടിയത് സ്വർഗമാണ്. അത് ഇനിയും നശിക്കാൻ വിടാതെ സന്തോഷപരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. സ്റ്റെപ്പ് ഫാദർ എന്ന നിലയിൽ ആ മകൾ അംഗീകരിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല, ഒരു ചെറിയ വിഷയമേ അല്ല. ആരെന്ത് പറഞ്ഞാലും മകൾ അംഗീകരിച്ചിരിക്കുകയാണ്. അത് നിസ്സാര സുഖമല്ല നമ്മുടെ ജീവിതത്തിൽ തരിക. മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹ ബന്ധമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ മകൾ എപ്പോഴും തിരിഞ്ഞു നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തടത്ത് സിബിൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.